നമസ്കാരം. ചിത്രത്തിലുള്ളത് ജാമി കാർണി, വയസ്സ് 43, അമേരിക്കയിലെ ന്യൂയോർക്ക് സ്വദേശിയാണ്. 2021 ഇവർ മകൾക്കൊപ്പം അയർലൻഡിലേക്ക് താമസം മാറ്റി. നല്ല ഒന്നാം തരം പാലസ്തീൻ അനുകൂലി, പാലസ്തീനു വേണ്ടി പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തു. അവർ അയർലൻഡിൽ വെച്ച ഒരു മിഡിൽ ഈസ്റ്റ് സ്വദേശിയായ വ്യക്തിയെ പരിചയപ്പെടുന്നു. പേര് അഹമ്മദ്. അങ്ങനെ അവർ പ്രണയത്തിലാകുന്നു. പ്രണയത്തിൻ്റെ ഏറ്റവും അവസാനം കഴിഞ്ഞ ജൂലൈ 7-ാം തീയതിയാണ് അടിച്ചു കൊല്ലുകയായിരുന്നു ജാമി കാർണിയെ ഈ അഹമ്മദ്. വിഷയം മറ്റൊന്നുമല്ല, ലവ് ജിഹാദ്. ഇനി അതിനെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. UK പോയി കഴിഞ്ഞാൽ അത് ഗ്രൂമിംഗ് ഗ്യാങ്സിൻ്റെ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. 1.5 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ്സിൻ്റെ ചതിയിൽപ്പെട്ട് വല്ലാതെ വിഷമിച്ചും അല്ലെങ്കിൽ ജീവച്ഛവമായിട്ടും ഒക്കെ കഴിയുന്നത്. അതിൽ കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ പോലും ഇതിനെ നിശബ്ദമായി നോക്കിക്കണ്ടുവെന്നാണ് പരാതികൾ ഉണ്ടായിട്ട് പോലും. കാരണം അവർക്കൊരു ഭയമായിരുന്നു, തങ്ങളെ ഒരു ഇസ്ലാമോ ഫോബിക്കാക്കി മാറ്റുമോ, തങ്ങളെ ഒരു വർഗീയവാദിയാക്കി മാറ്റുമോ എന്ന്. അതാണല്ലോ ലോകത്തിൽ എവിടെ ചെന്നാലും പതിവ്. പ്രത്യേകിച്ചും അത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് ചെയ്തു വരുന്നത്. ന്യൂനപക്ഷമാണല്ലോ, അതുകൊണ്ട് എല്ലാ വിശേഷ അധികാര അവകാശങ്ങളും അവർക്കുണ്ട്. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാലും സ്ഥിതി മറ്റൊന്നുമല്ല. അഖില അശോകൻ, അഖില ഹാദിയായി മാറുമ്പോൾ എന്താണ് സംഭവിച്ചത്? പെറ്റമ്മയ്ക്ക് അവസാനം മരിക്കാൻ പോകുന്നതിന് മുന്നേ മകളെ ഒന്ന് കാണുവാനുള്ള അവകാശം പോലും ഇല്ലാതായി മാറി. കാരണം അമ്മയെ കാണാൻ വന്നു കഴിഞ്ഞാൽ ശിർക്കിലാകില്ലേ, അവർ നരകത്തിലേക്ക് പോകില്ലേ, നരകത്തിലെ വിറക് കൊള്ളിയാകില്ലേ. അഖില ഹാദിയുടെ വിഷയം മാത്രമല്ല, നിമിഷ വളരെ നല്ല ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച നിമിഷ സഫേറിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്നു. അവിടെ വെച്ച് ഒരു യുവാവിനെ പരിചയപ്പെടുന്നു. യുവാവ് നേരെ ഇവളെ കൊണ്ട് സലഫി സെൻറ്ററിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മതം മാറ്റുന്നു. ഇപ്പോൾ നിമിഷ അഫ്ഗാനിസ്ഥാനിലുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെയാണ് എന്ന് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമുക്ക് വിവരം ലഭിച്ചിരുന്നു. എന്തായാലും അഖില ഹാദിയെ പോലെ തന്നെ നിമിഷയുടെ വിധി കുറച്ചുകൂടെ ക്രൂരമായിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ പല രീതിയിൽ മരണപ്പെട്ട്, പല രീതിയിൽ കൊല്ലപ്പെട്ട്, പല രീതിയിൽ നമുക്ക് മുന്നിലേക്ക് അവർ പ്രത്യക്ഷമാക്കിക്കൊണ്ടേയിരിക്കുന്നു. പല രാജ്യങ്ങളിൽ പല പേരുകളിൽ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിലെവിടെയും ഈ സംഘടിത സ്വഭാവം ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഇതിനെ നേരിടേണ്ടത് ഭയത്തോടു കൂടിയല്ല, ജാഗ്രതയോടു കൂടിയാണ്. കോവിഡിനിടയിൽ നമ്മൾ കേട്ട വാചകമാണ്, ഭയം വേണ്ട, ജാഗ്രത മതി. ജാഗ്രത വേണം, ജാഗ്രത കൂടിയേ മതിയാകും. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്.